മലബാറുകാർ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നെയ്പ്പത്തിരി. നെയ്പ്പത്തിരി തന്നെ എൻ്റെ വീട്ടിലെ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു റേഷനരി വെച്ചിട്ടുള്ളൊരു നെയ്പ്പത്തിരിയാണ്. അപ്പോൾ അതിനായിട്ട് തലേ ദിവസം തന്നെ അരി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. ഇത് അരക്കണ സമയത്ത് ചെറിയുള്ളിയും പെരിഞ്ജീരകവും തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു മാവാണ്. അതിലോട്ട് കുറച്ച് പച്ചരിപ്പൊടി, നമ്മുടെ സാധാരണ പത്തിരിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റുള്ള ഒരു ഡോ ആക്കി എടുക്കുക. ഇതുപോലെ. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരത്തിയെടുക്കാറുള്ളത്. സാധാരണ കയ്യിൽ വെച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഷേപ്പുള്ള നെയ്പ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒന്നിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഉമ്മച്ചി പൊരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരി തയ്യാറായിട്ടോ. ബീഫ് കറിൻ്റെയും ചിക്കൻ കറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ.